കർത്താവിൻ്റെ അതിവരസമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. ഹല്ലേലൂയ. അവിടെ ചിന്തിക്കുന്ന വചനം അത് തന്നെയാണ്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പാണ് രക്തം ചെയ്യാൻ. യേശുവിൻ്റെ വരവിന് മുമ്പായി ജനത്തിൻ്റെ ജീവിത ചര്യ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നോഹ രക്ഷയ്ക്കായി പെട്ടകം പണിതെങ്കിലും ജനം അത് അംഗീകരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പെട്ടെന്ന് ഒരു നാൾ ജലപ്രളയം തുടങ്ങി. അതുപോലെ തന്നെ ലോത്തിൻ്റെ കാലത്തെക്കുറിച്ചും അതുതന്നെയാണ് കർത്താവിന് പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. 2 പത്രോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5 ഒക്കെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പുരാതന കാലത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹ 7 പേരോട് പാലിക്കുകയും സോദോം ഗോമോറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വെക്കുകയും ചെയ്തു എന്ന് അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, നീതിമാനായ ലോത്തിനെ ദൈവം വിടുവിച്ചു ആ കാലഘട്ടത്തിൽ സോദോമ്യ പാപത്തിൽ നിന്ന്. പഴയ നിയമ സംഭവങ്ങളുടെ വെളിച്ചത്തില് ലോത്തിനെ ഒരു നീതിമാനായി അംഗീകരിക്കാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വാക്യത്തിൽ അവനെ നീതിമാനായ ലോത്ത് എന്ന് സംബോധന ചെയ്തിരിക്കുന്നതിനാൽ അക്കാര്യം നമുക്കും അംഗീകരിക്കാൻ ഹല്ലേലൂയ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ അംഗീകരിക്കേണ്ടി വരും. വേദപുസ്തകം പറയണം. 1 കൊരിന്ത്യർ ലേഖനം 3:15 വെളിച്ചത്തില് ലോത്ത് തീയിൽ കൂടി എന്ന പോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. കാരണം സോദോം നിവാസികളുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ ലോത്ത് വലഞ്ഞു പോയെങ്കിലും അവരുടെ ദുഷ്പ്രവൃത്തികളിൽ അവൻ പങ്കുചേർന്നില്ല. സോദോമിലെ ജനം ദുഷ്കാമ പ്രവൃത്തികളിൽ വളരെ മുൻപിലായിരുന്നു. പക്ഷെ ലോത്ത് അതിൽ പങ്കുചേരാഞ്ഞത് കൊണ്ടാണ് ലോത്തിനെ നീതിമാനെന്ന് രേഖപ്പെടുത്താൻ കാരണം. ഹല്ലേലൂയ സ്തോത്രം. ജലപ്രളയത്തിന് മുമ്പുള്ള ഭക്തികെട്ട ലോകത്തെയാണ് ഇവിടെ പുരാതന ലോകം എന്ന് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അക്കാര്യം വീണ്ടും ഉൽപ്പത്തി പുസ്തകം 8:5 പറയുന്നുണ്ട്. ദുഷ്ടലോകത്തിന്റെ നടുവിൽ നോഹ ഭക്തനായി ജീവിച്ചതുകൊണ്ട് ദൈവം അവരെ ജലപ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചു. ഹല്ലേലൂയ. അതുതന്നെയാണ് അല്ലെ കായീന്റെ സന്തതി പരമ്പരകൾ മനസാക്ഷിക്ക് വിരുദ്ധമായി പാപം ചെയ്തത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദേശത്ത് ഹല്ലേലൂയ വളരെ പാപം പ്രവർത്തിച്ചു. അത് മുഖാന്തരം ശേത്തിന്റെ സന്തതി മനസാക്ഷിക്ക് അനുസരിച്ച് അനുസരണമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ കാലക്രമേണ പരസംഗത്താൽ ഈ തലമുറയിലും പാപത്തിന്റെ പരിണിത ഫലങ്ങൾ വന്നത് മുഴുവൻ ലോകത്തിലും വന്നു. അത് സോദോമിൽ പടർന്നത് മുഖാന്തരം സോദോം നിവാസികൾ ദുഷ്കാമ പ്രവർത്തികളിൽ ശക്തരായിരുന്നു. അത് അവർക്ക് നാശമായി ഭവിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചില മുന്നറിയിപ്പുകൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് തിരുവെഴുത്ത് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ലോത്തിന്റെ ഭാര്യയുടെ പേര് വേദപുസ്തകത്തിലില്ല. ലോത്തിന്റെ ഭാര്യയുടെ പേര് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ലോത്ത് തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് തൻ്റെ ഭാര്യയായി സ്വീകരിച്ചതെന്നും വേദപുസ്തകം പറയുന്നില്ല. അബ്രഹാമിന്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്ത് ഹല്ലേലൂയ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്ത പ്രകാരം അബ്രഹാം ദേശത്തെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ആ ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ലോത്തുണ്ട്. അന്ന് പോരുമ്പോൾ അന്ന് അബ്രഹാം വിവാഹം കഴിച്ച അബ്രഹാമിൻ്റെ ഭാര്യ സാറായി ഉണ്ട് അബ്രഹാമിൻ്റെ. എന്നാൽ ലോത്ത് വിവാഹിതനല്ല. അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്ത് അവർ ഹാരാനിൽ വന്ന് പാർത്തു. ഹാരാനിൽ വെച്ച് അബ്രഹാമിൻ്റെ പിതാവ് തേറഹ് മരിച്ചു. പിന്നീട് അവർ വീണ്ടും കനാനിലേക്കുള്ള യാത്രയിൽ ലോത്തും അല്ലെങ്കിൽ അബ്രഹാമും 2 പേരാണ്.
അതിൽ ലോത്തിന് ആടുമാട് കന്നുകാലികൾ ദാസിദാസന്മാർ വളരെയുണ്ട്. അബ്രഹാമിനും ആടുമാട് കന്നുകാലികളും ദാസിദാസന്മാരുണ്ട്. ഇപ്പൊ രണ്ടു പേരുടെ ആടുപാട് കന്നുകാലികളുടെ ഒന്നിച്ച് പാർക്കുവാനും മേയുവാനും കഴിയാത്തത് കൊണ്ട് അബ്രഹാമും ലോത്തും കൂടെ അവിടെ വെച്ച് വേർപിരിയുക. അങ്ങനെ ലോത്ത് നല്ല പച്ചപ്പും മനോഹരമായ സോദോം ഗോമോറ തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം വിജനമായ സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ലോത്ത് സോദോമിൽ ചെന്നതിന് ശേഷമായിരിക്കണം അവന്റെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിയെ ചേർത്തത്. അല്ലേ? അപ്പൊ ലോത്തിന്റെ ഭാര്യ ഒരു എബ്രായ വംശത്തിൽ ചേർന്നവളാണോ എന്ന് ചോദിച്ചാൽ ഒരു എബ്രായ വംശത്തിൽപ്പെട്ടവളല്ല. കാരണം ഹാരാനിൽ അമേലടിയ വന്ന് വാർത്ത് അവിടുന്ന് പിരിയുന്ന സമയത്താണ് പിന്നീടാണ് അവന്റെ ജീവിതത്തിൽ ഭാര്യ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സോദോം ഗോമോറയിലെ ഒരു പെണ്ണാണോ എന്നൊരു ചോദ്യം നിൽക്കുക. ഒരു എബ്രായ സ്ത്രീയാണോ അതോ സോദോം ഗോമോറയിലെ ഒരു പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ അല്ലുடைய സ്തോത്രം നമുക്കറിയില്ലെങ്കിലും അവളുടെ മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും വേദപുസ്തകം രേഖപ്പെടുന്നില്ല. വേദപുസ്തകം പറയുന്ന ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള താക്കീതാണ് നമുക്ക് നൽകുന്നത്. അല്ലേ? ഒരുപക്ഷെ സോദോം ഗോമോറയിൽ എത്തിയതിനു ശേഷമായിരിക്കും ലോത്ത് തന്റെ ജീവിത പങ്കാളിയായ സോദോമിൽ ജനിച്ച് വളർത്തപ്പെട്ട ആ സ്ത്രീയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്നത്. അത് ദൈവഹിതമല്ല. കാരണം സോദോമ്യ ജനം പാപത്തിൽ ദുഷ്കാമ പ്രവൃത്തിയിൽ സ്വർഗഭോഗികളാണ്. അല്ലേറിയ അങ്ങനെ ദേശം പാപത്തിൽ നിറയപ്പെട്ട് ദൈവ കോപത്തിന് ഇരയായി കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ലോത്ത് ഭാര്യ എടുത്തത്. അതുകൊണ്ട് അവൾ സോദോമ്യ സ്ത്രീ തന്നെ ആയിരിക്കണമെന്നാണ് ചില എല്ലാരിയ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തം ചെയ്യും എന്തുമായിരിക്കട്ടെ, ഇവളൊരു മുന്നറിയിപ്പാണ്. അന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ദൈവസഭയ്ക്കൊരു മുന്നറിയിപ്പാണ് ഈ ലോത്തിന്റെ ഭാര്യ രക്തം ചെയ്യും. നമ്മളത് മനസ്സിലാക്കി വേണം നമ്മുടെ ആത്മജീവിതത്തെ നമ്മൾ പണിതെടുക്കാൻ. രക്തം ചെയ്യും. അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ കർത്താവ് തരുന്നുണ്ട്. അങ്ങനെ അനവധി തിരുവെഴുത്ത് നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ളപ്പോഴാണ് ലൂക്കോസ് വിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17:32 കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പ്രൈസലോ. അവിടെ വലിയൊരു ആശയക്കുഴപ്പം നമുക്ക് തോന്നാം. ലോകപ്രകാരം എന്ന് പറഞ്ഞാൽ എന്തിനാണ് കർത്താവ് അങ്ങനെ പറയുന്നത്, എന്തിനാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് ആശ്ചര്യപ്പെടാം. എങ്കിലും അല്ലേരിയ വേദപുസ്തകം പഠിച്ചാലും നാം ലോകപരമായി പഠിച്ചാലും മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന സമയങ്ങളായാലും ആമിസ്തോത്രം ഒരുപക്ഷെ നമ്മൾ ഹാസ്യമായിട്ടൊക്കെ സംസാരിക്കുന്നത് അന്യന്റെ ഭാര്യയെ എന്തിനാണ് ഞാൻ ഓർക്കുന്നത്, അങ്ങനെ ചിന്തയുണ്ട്. അന്യന്റെ ഭാര്യയെ എന്തിനാണ് ഓർക്കുന്നത്? ശരിയല്ല ചോദ്യം. എന്തിനാണ് അന്യന്റെ ഭാര്യ ഓർക്കുന്നത്? വിവാഹം കഴിച്ച് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഭാര്യയും അവരുടെ മക്കളുമാണ് ഏറ്റവും വലുത്. പിന്നെ അന്യന്റെ ഭാര്യയെ നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ അതൊരു കണക്ക് പറഞ്ഞാൽ നമുക്കൊരു ആശ്ചര്യമാണെങ്കിലും അല്ലേരിയ സ്തോത്രം, മുൻ പിതാക്കന്മാരുടെ പട്ടികയിൽ വരേണ്ട നമ്മുടെ മുൻ പിതാവിൻ്റെ ഭാര്യ. കാരണം ലോത്തും മുൻ പിതാക്കന്മാരുടെ പട്ടികയിൽ വരണം, ലോത്തിന്റെ ഭാര്യയും വരണം. പക്ഷേ അത് വരാതെ പോയ മുൻപിതാക്കന്മാരുടെ പട്ടികയിൽ അവരോടൊപ്പം ജീവിച്ച് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് അല്ലൊരിയ അങ്ങനെ മുൻപിതാവിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ലോത്തിന്റെ ഭാര്യയെ അറിയേണ്ട സ്ഥാനത്താണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന ഒരു മുന്നറിയിപ്പ്. കാരണം അവൾക്ക് മുൻപിതാക്കന്മാരുടെ പട്ടികയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അല്ലേലിയ. അപ്പൊ നമ്മൾ ഉണർവോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഈ വചനം. കാരണം ദേശം മുഴുവൻ ദുഷ്കാമ പ്രവർത്തികളാൽ നിറയപ്പെട്ട് മനുഷ്യൻ പാപത്തിൽ വീണ് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ കാലഘട്ടത്തിലും പോയി സോദോം ഗോമോറ പാപം പോലെ ലോകം മുഴുവൻ പാപം പെരുകി. അല്ലേലിയ. സ്വർഗഭോഗങ്ങൾ സ്വർഗ ജീവിത സാഹചര്യങ്ങൾക്ക് നിയമം പോലും വഴിതെളിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യങ്ങളിൽ അങ്ങനെ ഒരു നിയമം കഴിഞ്ഞ കാലങ്ങളിൽ പാസ്സാക്കി കഴിഞ്ഞതോടുകൂടി
ഈ ലോകത്തിൻ്റെ നാശം തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് ഓരോ നാളുകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ന്യായവിധിയുടെ അനുഭവങ്ങളാണ് നമ്മൾ ലോകരാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേലിയ. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിന് മുമ്പിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ് അല്ലേലിയ സ്വർഗ ഭോഗങ്ങൾ, സ്വർഗ വിഭാഗങ്ങൾ എന്നുള്ളതിന് നിയമ സംവിധാനം കൊണ്ടുവരുന്നതും അതിനുശേഷമായി നമ്മുടെ ഭാരതം ലോകരാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. കാരണം ദൈവം വെറുക്കുന്ന ഭാഗം അമേലറിയ സോദോം ഗോമേരയുടെ ദുഷ്കാമ പ്രവർത്തികളാൽ ആ ദേശത്തിന്റെ പാപം, ആ ദേശത്തിന്റെ കോപം, ആ ദേശത്തിന്റെ അക്രമം ദൈവസന്നിലെത്തി ആ ദേശത്തെ ദൈവം തീയാൽ ആ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടത് നമുക്കറിയാം. അങ്ങനെ സോദോം ഗോമോര തീയാൽ നശിച്ചുവെങ്കിലും ഈ കാലഘട്ടത്തിൽ ഭക്തികെട്ട ഈ ജീവിതശൈലിയുടെ കടന്നുപോകുന്ന ജനം പാപം ചെയ്യുന്നെങ്കിലും ഇവിടെ തീയാൽ നശിപ്പിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ പ്രളയത്താൽ മുഴുവൻ മുക്കിക്കളഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു എന്ന് പറയുന്നത്. രക്തം ചെയ്യും മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലേലിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലിയ. അപ്പം മറ്റൊരാളുടെ ഭാര്യയെ നമ്മൾ എന്തിനാണ് ഓർക്കുന്നത്? അല്ലേലിയ. നമുക്കൊരു മുന്നറിയിപ്പ് കേട്ടോ. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അപ്പൊ ഈ അലിസ്വത്ത് അവൾ ഇന്നും ഉപ്പുതൂണായി നിൽക്കുക. മുൻപിതാക്കന്മാരുടെ പട്ടികയിൽ വരേണ്ടവൾ, അവരോടൊപ്പം ജീവിച്ച് മരിച്ച് അവരുടെ കല്ലറയിൽ അടക്കപ്പെടേണ്ടവൾ, അതിന് കഴിയാതെ സോദോം ഗോമോരയുടെ ആ അനുഭവം അവിടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് കൊണ്ട് സോദോം ഗോമോര വിട്ടുപോകുന്ന നാളിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് ദൂതന്മാർ കൽപ്പിച്ചിട്ടും അവൾക്ക് സോദോം ഗോമോരയെ വിട്ടുപോകാൻ കഴിയാതെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയത് അവൾ ഉപ്പുതൂണായി മാറി. അല്ലേലിയ. സോദരം. അപ്പൊ അവൾ ഇന്ന് ഉപ്പുതൂണായിട്ട് നിൽക്കുക. അല്ലേലിയ. ഒരു സന്ദർശന സ്ഥലമായി അല്ലേലിയ കാൽ കുഴച്ച് നിന്നുകൊണ്ടിരിക്കുന്ന കുഴികയാണ്. ഒരു സന്ദർശന സ്ഥലമായി ലോത്തിന്റെ ഭാര്യയുടെ സ്ഥലം ഒരു സന്ദർശന സ്ഥലമായി മാറി. അപ്പൊ ലോത്തിന്റെ ഭാര്യയുടെ പേർ വേദപുസ്തകത്തിൽ അതുകൊണ്ട് വന്നില്ല. അല്ലേലിയ. വിശുദ്ധ വേദപുസ്തകത്തിൽ പേര് വരാത്ത അനവധി ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി നിന്ന അനവധി ഭക്തന്മാരുടെ പേര് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോൾ ദൈവവചനത്തിനോട് മറുതലിച്ച് നിന്ന പലരുടെയും പേര് പുസ്തകത്തിനകത്തില്ല. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലയളവിൽ പിതാക്കന്മാരോടൊപ്പം നാം നിദ്ര പ്രാപിച്ച്, പിതാക്കന്മാരോടൊപ്പം നിദ്ര പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ നാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, അല്ലേലിയ, നമുക്ക് നല്ലൊരു ഉയർപ്പ് കിട്ടണമെങ്കിൽ, അല്ല നാം മരിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ഇന്ന് നടക്കുന്ന ദുഷ്കാമ പ്രവർത്തികളിൽ ഈ ലോകം വഷളായി തീരുമ്പോൾ നാം അതിലേക്ക് പോകാതെ നീതിമാനായ ലോത്തിന്റെ കാലഘട്ടത്തിൽ സോദോമിൽ നടന്ന അന്യായം മുഖാന്തരം സോദോമിനെ നശിപ്പിച്ചതും അവിടെ നിന്നിറങ്ങി ഓടാൻ പറഞ്ഞപ്പോൾ ഓടിയ ഓട്ടത്തിൽ സോദോം ഗോമോരയുടെ ആഗ്രഹം വിടാതെ തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യയെ നമുക്കൊരു താക്കീതായി. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണം. രക്തക്ഷയം. അല്ലേലിയ. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ തന്നെത്താൻ തെച്ച് തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ സകല പാപസുഖങ്ങളും ഉപേക്ഷിക്കണം. ഈ ലോകത്തിന്റെ സകല സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് കഷ്ടം സഹിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ, സന്തോഷം എന്ന് പറയുന്നത്. അല്ലേലിയ. യേശുവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നതാണ് ഏറ്റവും നല്ല സന്തോഷം എന്നൊക്കെ പറയുന്നത് കേട്ടോ. വില കൊടുക്കാൻ തയ്യാറാകണം. ഈ ലോകത്തിന്റെ സുഖരൂപത്തിനകത്ത് അകത്ത് വീണു പോയാൽ ലോത്തിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കാലം ഇനി അധികമില്ല. നമ്മുടെ യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി, തൻ്റെ സഭയെ ചേർക്കാൻ സമയമായി. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നാളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നാം വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ വരവിനായി ഒരുങ്ങണം. ഹല്ലേലൂയ. കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ നടക്കുന്നത് എന്താണ്? പാപം പെരുകി മനുഷ്യനെ തിരിച്ചറിയാതെ, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാതെ തമ്മിൽ അല്ലെ അപമാന രാഗങ്ങളിൽ അപമാനം ജീവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 49:20 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീന
ബലഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യായിരുന്നു. ലേരിയ. അപ്പൊ സോദോം ഗോമോരയുടെ ജനം എന്തായിരുന്നു? മാനത്തോടിരുന്ന മനുഷ്യനാ. പക്ഷെ അവന് വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവന് വിവേകമില്ലാതെ പോയി കഴിഞ്ഞപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് സമാനമായി. ഹല്ലേലൂയ. അത് തന്നെയാണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്. വിവേകമുണ്ടായിരുന്നവൾ ലോത്തിനോട് കൂടെ ജീവിച്ച് എബ്രായരുടെ രീതികൾ മനസ്സിലാക്കി ലോത്തിന്റെ കുടുംബത്തെക്കുറിച്ച്, അബ്രഹാമിന്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞവൾ. പക്ഷേ സോദോം ഗോമോരയുടെ പാപം പെരുകി കഴിഞ്ഞപ്പോൾ, അവിടുന്ന് ഇറങ്ങി ഓടാൻ പറഞ്ഞപ്പോൾ, അവളുടെ ഭർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, ദൂതന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ, ലേരിയ സോദോമിലേക്ക് ഒരൊറ്റ എത്തി നോട്ടം. ആ ഒറ്റ നോട്ടമാണ് ഉപ്പുതൂണായി മാറിയത്. അതേ, ആവശ്യമില്ലാത്തത് നിങ്ങൾ നോക്കാൻ പോകരുത് കേട്ടോ. ആവശ്യമില്ലാത്തടത്തേക്ക് നിന്റെ കണ്ടു പോകരുത്, ആവശ്യമില്ലാത്തേക്ക് നിന്റെ കാത് പോകരുത്, ആവശ്യമില്ലാത്തടത്തേക്ക് നീ ശ്രദ്ധ പതിക്കുകയോ ചെയ്യരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. യേശു വരാൻ സമയമായെന്നുള്ള ചിന്തയിൽ നിന്നെ വിശുദ്ധീകരിച്ചോണം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ അവളുടെ അവളുടെ ഭർത്താവിന്റെ നാമധേയം, ഹല്ലേലൂയ, പേരക്കിടാക്കളുള്ള നാമധേയം എല്ലാം വേദപുസ്തകത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ലോത്തിന്റെ ഭർത്താവിന്റെ, അല്ലല്ലേ സ്തോത്രം, ലോത്തിന്റെ ഭാര്യയുടെ, ലോത്തിന്റെ ഭാര്യയുടെ സ്തോത്രം പേര് വേദപുസ്തകത്തിലില്ല. എന്നാൽ ലോത്തിന്റെ പേരുണ്ട്. ലോത്തിന്റെ പേരക്കിടാങ്ങളുടെ പേര് വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ ലോത്തിന്റെ ഭാര്യയുടെ പേരില്ല. ഓർത്തുവയ്ക്ക്, കുടുംബത്തിന്റെ നാഥയുടെ പേരില്ലാതെ പോയെന്ന്. കുടുംബത്തിലെ അപ്പന്റെയും മക്കളുടെയൊക്കെ പേരുള്ളപ്പോൾ ലോത്തിന്റെ ഭാര്യയുടെ പേരില്ലാതെ പോയി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവളുടെ നാമം അറിയപ്പെടാത്തതായിരിക്കുന്നു. അവളുടെ നാമം തന്നെ അറിയപ്പെടാതെ പോയി. ഹല്ലേലൂയ. എന്തൊക്കെയായാലും ലോത്തിന്റെ ഭാര്യയെക്കുറിച്ചുള്ള താക്കീതിന്റെ ശബ്ദം നമ്മുടെ ചെവികളിൽ ധരിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ ഭാര്യയെ നമുക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയിൽ ലോകത്തിന്റെ ഭാര്യയെ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് നൽകുന്ന താക്കീത് നമ്മൾ തിരിച്ചറിയണം. സോദോമിന്റെ പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപ സ്വഭാവങ്ങളെ കാണാൻ കഴിയും. രക്തം ചെയ്യും. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നാം വിശുദ്ധി ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. നാം വിശുദ്ധി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. നാം വിശുദ്ധി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. പാപം മനുഷ്യൻ പെരുകുന്നു. ഹല്ലേലൂയ. അന്യന്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ട് അന്യന്റെ ഭാര്യയുടെ ജീവിതത്തിൽ കൈകണ്ടെത്തുന്ന അനവധി ആളുകൾ, മാത്രമല്ല സ്വർഗഭോഗികൾ, അല്ലെങ്കിൽ സ്വയം ഭോഗികളൊക്കെ ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യനോട് തന്നെ, മനുഷ്യൻ മൃഗങ്ങളെ പോടി നാളുകളിൽ സുഖലോലുപത്തിന് വേണ്ടി ഉപയോഗിച്ച് എത്രയോ സംഭവങ്ങൾ നമ്മൾ വാർത്തകളിൽ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ മൃഗത്തോടു കൂടെ ശയിക്കുന്നതിനെ കൊല്ലണമെന്നായിരുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പ്രമാണത്തിന് മാറ്റമൊന്നുമില്ല. ആരും കൊന്നില്ലെങ്കിലും ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വരും കേട്ടോ. ഹല്ലേലൂയ. രക്തം വിശുദ്ധിക്ക് പ്രാധാന്യം കേട്ടോ. വേദപുസ്തകം മുഴുവൻ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനാണ്. യഹോവയായ ദൈവം വിശുദ്ധനായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന്. ലേവ്യ പുസ്തകം 19:2 1 പത്രോസിന്റെ ലേഖനം 1:16 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ സോദോം ഗോമോറയിൽ പാപം പെരുകിയപ്പോൾ അവിടുത്തെ ജനത്തിൽ ദുഷ്പ്രവർത്തികൾ പെരുകി. ആ ദേശം മുഴുവൻ ദൈവത്തിന്റെ കോപത്തിനിരയായപ്പോൾ അവിടെ നിന്നും ഒരു നീതിമാനെ ദൈവം കണ്ടെത്തി. ആ നീതിമാനാണ് ലോത്ത്. ഹല്ലേലൂയ. ആ പട്ടണത്തിനകത്ത് സോദോം ഗോമോറയിൽ നിന്നും ഒറ്റ നീതിമാൻ. ഹല്ലേലൂയ. വേദപുസ്തകം സാക്ഷ്യപ്പെടുത്താൻ ലോത്ത് എന്ന് പറഞ്ഞാൽ ആ ജനത്തിന്റെ പാപത്തിൽ ലോത്ത് വഴിവിഴച്ച് വീണില്ല. ആ ജനത്തിന്റെ പാപങ്ങളിൽ ലോത്ത് പങ്കാളിയായില്ല. ആ ജനത്തിന്റെ പാപങ്ങളിൽ ലോത്ത് കൂട്ടാളിയായില്ല. അതെ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് ഒരിക്കലും നിന്റെ മനസ്സ് വെക്കരുത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയം അതിനകത്തേക്ക് ചായരുത്. സ്തോത്രം. നിന്റെ ജീവിതം എന്ന് പറയുന്നത് സത്യസന്ധമായി, നിഷ്കളങ്കമായി, ശുഭ്രമായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതം കർത്താവിന്,
ഈ ലോകത്തിനല്ല കേട്ടോ. നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇന്ന് പലർക്കും അറിയത്തില്ല. പലരോടും ചോദിച്ചപ്പോൾ നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇവർ പറയും, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി, ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. പലരും, ഒരു 99% ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത്. 1% ജനങ്ങൾ വല്ലതും പറയാതിരിക്കും നീ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പറഞ്ഞാൽ അവരൊരു പക്ഷേ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് 1% ജനങ്ങളും പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, നീ എന്തിനാണ് ഇവിടെ ജീവിക്കുന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ വരുമ്പോൾ ഈ ലോകത്തിന് വേണ്ടി, ഇവിടുത്തെ പണത്തിന് വേണ്ടി, ഇവിടുത്തെ പൊന്നിന് വേണ്ടി, ഇവിടുത്തെ പെണ്ണിന് വേണ്ടി, ഇവിടുത്തെ മണ്ണിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ജീവിക്കരുത്. നീ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നാം പ്രത്യാശയുള്ള, അഥവാ കർത്താവിൻ്റെ രൂപാന്തരം പ്രാപിക്കുന്ന ഉറപ്പോടെ നീ ജീവിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളാനൊക്കെ നമ്മുടെ കർത്താവ് പറയുന്നത് നമുക്കൊരു താക്കീത. രക്തം ചെയ്യും. പ്രൈസറോട് അല്ലല്ലേ. ഇന്നറിയാം നമുക്ക് അല്ലല്ലേ, ഈ കാലഘട്ടത്തിൽ പലരും മരിക്കാറുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു വാർത്തയ്ക്ക് വരും, ആ മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അല്ലേരി, ആ മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അവർ സ്വർഗത്തിലെത്തിയെന്ന്. എങ്ങനെ പ്രിയരെ പാപിയായ ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നേ? പാപികൾക്ക് വേണ്ടിയിട്ടല്ല ദൈവം സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. പാപികൾക്ക് വസിക്കുവാനുള്ളിടം, പാപിയായി ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകമാണ്. ഇവിടുത്തെ പിടിച്ചുപറിക്കാർക്കും, മോഷ്ടാവിനും, കൊലപാതകനും, രക്തം ചൊരിയുന്നതിനും, കള്ളനും, വ്യഭിചാരിക്കും, വിഗ്രഹാരാധികൾക്കും, മദ്യവും മയക്കുലഹരിക്കും അടിപ്പെട്ട് കിടന്ന കുടുംബ പ്രശ്നം, ദേശത്ത് പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന സകല പാപികൾക്കും ഉള്ളത് നരകമാകട്ടോ. അക്രമം ചെയ്യുന്നവനും, കൊല ചെയ്യുന്നവനും, മറ്റുള്ളവരും രക്തം ചൊരിയിച്ച് ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ പറയും, ഓ ആ മനുഷ്യൻ സ്വർഗരാജ്യത്ത് പ്രവേശിച്ചു എന്ന്. സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന്. സ്വർഗരാജ്യം പാപികൾക്കുള്ളതല്ല, വിശുദ്ധന്മാർക്കാണ്. ഞാൻ പേരെടുത്തെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ മരണം, അല്ലേലൂയ, ആ മരണത്തിന് ശേഷം ചില വാർത്തകൾ ഞാൻ കണ്ടു. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചെന്ന്. ഹല്ലേലൂയ. എങ്ങനെയാണ് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആമി സ്തോത്രം. തനിക്ക് പകയുണ്ട്, വിദ്വേഷമുണ്ട്, തന്നെ വേദനിപ്പിക്കുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരാളുടെ രക്തം ചൊരിയിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. പാപിക്കെന്നും പാതാളം തന്നെ. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപിക്കെന്നും പാതാളം തന്നെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ, ആത്മരക്ഷ പ്രാപിച്ചവൻ, നിത്യജീവനെ പ്രാപിച്ചവന് ആ വിശുദ്ധനെന്ന പദവിയിൽ, വിശുദ്ധനെന്ന വിശുദ്ധിയുടെ വേഷത്തിൽ, വിശുദ്ധിയുടെ വേഷമല്ല, വിശുദ്ധിയുടെ അനുഭവത്തിൽ, വിശുദ്ധ ദിവ്യ ദർശനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് അവകാശമുണ്ട്. അല്ലേറി. അതുകൊണ്ട് വിശുദ്ധന്മാർക്കുള്ളതാ സ്വർഗം കേട്ടോ. അല്ലാതെ എല്ലാവരും മരിച്ചതെന്ന് അങ്ങോട്ട് ചെല്ലത്തില്ല. അല്ലേറിയ. പാപികൾക്ക് വേണ്ടി, പാപികൾക്കും വിശുദ്ധന്മാർക്കും വേണ്ടി ദൈവം 2 സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് നരകവും, ഒന്ന് സ്വർഗവും. നരകത്തിന്റെ പണി പണ്ടേ തീർന്നതാ. നരകത്തിന്റെ പണി പണ്ടേ തീർന്ന് നരകത്തിലേക്ക് ആദ്യം കടന്നിരുന്ന പാപി എന്ന് പറയുന്നത് കായീനാണ്. സ്വന്തം സഹോദരനെ കൊന്നിട്ട്, ഹല്ലേലൂയ, ആദ്യമായിട്ട് കടന്നു ചെയ്യുന്നത് കായീൻ. തുടർന്നുള്ള സകല പാപികളും അധിവസിക്കുന്ന തീയും ഗന്ധവും കൊണ്ട് നിറയപ്പെട്ട് കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള ആ നരകത്തിലേക്കാണ് സകല പാപികളും ചെല്ലുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച, ആത്മരക്ഷ പ്രാപിച്ച, നിത്യജീവനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കകത്ത് വീഴാതെ, ഹല്ലേലൂയ, കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിക്ക് അവന്റെ മരണാനന്തരം ലഭിക്കുന്ന സ്ഥലമാണ് സ്വർഗീയ പരദേശ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ഭൂമി വെച്ച് നിന്റെ മരണാനന്തര ജീവിതം എവിടെയായിരിക്കും? നീ മരിച്ചാൽ എങ്ങോട്ട് പോകും? നിത്യമായ സ്വർഗത്തിൽ ചെല്ലുമോ അതോ നിത്യമായ പാതാളത്തിൽ ചെല്ലുമോ എന്നുള്ള ഉറപ്പ് നീ പ്രാപിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് ദൈവം നമുക്ക് ശുദ്ധീകരണം തന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഭാര്യയൊക്കെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നത്. അതിൻ്റെ വെറുതെ കർത്താവ് പറഞ്ഞതല്ല. ദേവത പുസ്തക വാക്യങ്ങളൊന്നും വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്ക് കാണുന്ന ലോകത്തിൻ്റെ ഭാര്യയ്ക്ക്, അവൾക്ക് ഒരു നീതിമാന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗ്യം ലഭിച്ചിരുന്നു. ഹല്ലേലൂയ.
അവൾക്ക് ഒരു നീതിമാന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗ്യം ലഭിച്ചിരുന്നെന്ന് 2 പത്രോസ് ലേഖനം 2:8 വായിക്കുന്നുണ്ട്. രണ്ടാമതായി അവൾ ദൈവദൂതന്മാരെ അത് സൽക്കരിച്ചവളാണ്. ദൈവദൂതന്മാർ അവരുടെ വീട്ടിൽ വന്നപ്പോൾ ആ ദൈവദൂതന്മാരുടെ സംഭാഷണം, ദൈവദൂതന്മാരുടെ ശബ്ദം കേട്ടവരാണ്. ഹല്ലേലൂയ. അവരെ സംരക്ഷിച്ചവരാണ്. മൂന്നാമത്, പുളിപ്പില്ലാത്ത അപ്പങ്ങളെ ചുട്ട് ദൈവദൂതന്മാർക്ക് വിരുന്നൊരുക്കി കൊടുത്തവളാവള്. ഹല്ലേലൂയ. അവളുടെ വീട്ടിൽ വന്ന സോദോം ഗൊമോരയുടെ നാശം കണ്ട്, ഹല്ലേലൂയ, സോദോം ഗൊമോരയിൽ ദൈവദൂതന്മാർ എത്തിയപ്പോൾ അവളുടെ വീട്ടിൽ പുളിപ്പില്ലാത്ത അപ്പം ഒരുക്കി, ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് വിരുന്നൊരുക്കിയവൾ അവള്. മൂന്നാമതായി, സോദോമിനെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള താക്കീത് ലഭിച്ചവൾക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒന്നെന്താണ്, അവൾക്ക് നീതിമാൻ എന്ന പേര്, നീതിമാന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടാൻ പേര്. രണ്ടാമതായി, ദൈവദൂതന്മാരെ അവൾ സംരക്ഷിച്ചു. മൂന്നാമത്, പുളിപ്പില്ലാത്ത അപ്പം അപ്പം ചുട്ട് ദൂതന്മാർക്ക് കൊടുത്തു. നാലാമതായി, സോദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചു. അഞ്ചാമതായി, അവൾ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവളെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി. അഞ്ചാമതായി അവളെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി. ആറാമതായി നാം ചിന്തിക്കുമ്പോൾ അവൾക്ക് സുവിശേഷ ദൂത് കൊടുത്തു. അവൾക്ക് സുവിശേഷ ദൂത്. അങ്ങനെ ലോത്തിന്റെ ഭാര്യയ്ക്ക് രക്ഷപ്പെടുവാനുള്ള സകല ദൂതുകളും അവളുടെ വീട്ടിൽ വന്ന ദൂതന്മാരാൽ അവൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. സുവിശേഷ സന്ദേശം കേൾക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും ഹല്ലേലൂയ അവൾ പുറകോട്ട് നോക്കി ഉപ്പുതോണായി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, എത്രമാത്രം വചനം കേട്ടാലും, എത്രമാത്രം വചനം പറഞ്ഞാലും, സുവിശേഷ സത്യം പറഞ്ഞാലും, സുവിശേഷ ദൂതുകൾ പറഞ്ഞാലും, ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റ് ചെവിയിൽ ഇറങ്ങിപ്പോയി ആ വചനം അനുസരിക്കാതെ ഇന്നും പാരമ്പര്യത്തെ ചങ്ങലയ്ക്കകത്ത് നിൽക്കുന്ന അനവധി കെട്ടപ്പെട്ട് കിടക്കുന്ന വിശ്വാസികൾ ദൈവസഭയ്ക്കകത്തുണ്ട്. അവർ പറയും, ഞങ്ങളുടെ മാതൃസഭ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയൊന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, കൈയടിച്ച് പാട്ടുപാടി ദൈവമക്കളോട് ആരാധിക്കുമ്പോൾ അവർ ഞങ്ങളുടെ മാതൃസഭ. അയ്യോ, അത് വിടത്തില്ല എന്ന് പറഞ്ഞാൽ സോദോം ഗൊമോര വിടാൻ ലോത്തിന്റെ ഭാര്യയ്ക്ക് കഴിയാത്തതുപോലെ പലരും ഇന്ന് പഴയത് വിടാതെ മുറുകെ പിടിച്ചു വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ സോദോം ഗൊമോര വിടാതെ, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ പഴയതിനെ നീ വിടാതെ നിന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. രക്തം ചെയ്യുന്നു പലരും വിടത്തില്ല. ചിലർ പറയും, എനിക്കെല്ലാം അറിയാം, എനിക്ക് പണ്ടേ അറിയാം. വേദപുസ്തകം പറയും, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ നന്നായിട്ട്. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ കറുത്ത പുസ്തകമാണല്ലോ ഓർത്തഡോക്സുകാർ, യാക്കോബക്കാർ, മർത്തോമക്കാർ, CSIക്കാർ, ഇങ്ങനെയൊക്കെ പെന്തക്കോസിന്റെ വേർപെട്ട കൂട്ടങ്ങളെ കൊണ്ട് നടക്കുന്ന നമ്മൾ പിടിക്കുന്ന അവർ അത് തന്നെയാണല്ലോ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയാം, അതെ, അത് തന്നെ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിനോട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി ലോകത്തിന് വേർപാട് ജീവിച്ച് പാരമ്പര്യത്തെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൻ പങ്കാളിയായി തീരണമെങ്കിൽ മാത്രമേ അവന് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റൂ. നിന്റെ പാരമ്പര്യം ഒരിക്കലും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ. നീ പഴയതും മുറുകെ പിടിച്ചു വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഭാര്യ സോദോമിനെ വിടാതെ പിടിച്ചത് അവൾ ഉപ്പുതൂണായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന അവൾക്ക് സുവിശേഷത്തിന്റെ ദൂത് കൈമാറി ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം എന്ന് ദൂതന്മാർ ഉൽപ്പത്തി പുസ്തകം 19:17 പറഞ്ഞ വാക്കവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ജീവരക്ഷയ്ക്ക് ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ഹല്ലേലൂയ. ഏഴാമതായി അവൾക്ക് ലഭിച്ച കൃപയെ അവളുടെ പുത്രിമാരെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവൾക്ക് ലഭിച്ച കൃപയെ അവളുടെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനിരുന്ന മരുമക്കൾക്കും കാണിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി എന്ന് ഉൽപ്പത്തി പുസ്തകം 19:12 എന്ന് പറഞ്ഞാൽ ലോത്തിനും ലോത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ലഭിച്ച ദൈവകൃപ. ഹല്ലേലൂയ. ആ ദൈവകൃപയെ ലോത്തിന്റെ മക്കളെ വിവാഹം കഴിക്കുവാനിരുന്ന കുടുംബത്തിനും ആ രക്ഷയുടെ സന്ദേശത്തെ അവർക്കും വെളിപ്പെടുത്തുവാൻ ആ കുടുംബത്തിന് കഴിഞ്ഞു. എന്നിട്ടും ലോത്തിന്റെ ഭാര്യ സോദോം ഗൊമോര വിടത്തില്ല.
ഇത്രയൊക്കെ ദൈവം വെളിപ്പെടുത്തി. അല്ലേലൂയ സ്തോത്രം. ഓർത്തു വയ്ക്കുക. അല്ലേലൂയ സ്തോത്രം. ഇത്രമാത്രം കരുണയുടെയും കൃപയുടെയും അല്ലേലൂയ അനുഭവത്തിലൂടെ കർത്താവ് അല്ലേലൂയ യഹോവയായ ദൈവങ്ങളോട് കരുണ കാണിച്ചെങ്കിലും അവൾക്ക് സ്വതം വിടാൻ പറ്റത്തില്ലെന്ന്. അല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് ലോത്തിന്റെ ഭാര്യയോട് ഇത്രമാത്രം കരുണ കാണിച്ചിട്ടും അവൾ പുറകോട്ട് നോക്കി ഉപ്പുതൂണായി മാറി, ഓർമ്മയ്ക്കടയാളമായി മാറി. അല്ലൊരു പേരറിയപ്പെടാത്ത നിലയിലേക്ക് വന്നു. കാരണം കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്കാതെ തൻ്റെ മനചഞ്ചലത്തിന് അടിമയായി. കാരണം അവളുടെ ഹൃദയം സോദോമിലായിരുന്നു. അവളുടെ ഹൃദയം സോതോമിലായിരുന്നു എന്ന് പറഞ്ഞാൽ സോതോമിന് വിടത്ത്. കാരണം എന്ന് പറഞ്ഞാൽ അവന് ദൂതന്മാർ ഇത്രമാത്രം സന്ദേശം കൊടുത്തു, ഇത്രമാത്രം അറിയിപ്പ് കൊടുത്തു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാനൊക്കെ പറഞ്ഞ് അവർ താമസിച്ചിട്ടും അല്ലേരിയ അവൻ ലോത്ത് ചെന്നതിൻ്റെ മരുമക്കളോട് ചെന്ന് പറഞ്ഞിട്ടും അവർ കളിയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളഞ്ഞപ്പോഴും സോദോം ഗോമോറ നശിപ്പിക്കുവാൻ സമയങ്ങൾ അടുത്തിരിക്കുന്നു. ദൈവം ദൂതന്മാർ അവരെ പിടിച്ച് പുറത്താക്കി ഓടിപ്പോകാൻ പറ. ഇവിടെ നിന്ന് നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്, പർവ്വതത്തിലേക്ക് ഓടിക്കൂ. അങ്ങനെ ഇറങ്ങി ഓട്ടത്തിന്റെ നിലവില് ഇവള് സോതം കൈ ആണല്ലോ ഈ ലോകത്തിന്റെ ഭാര്യ. അല്ലെങ്കിൽ അവൾക്ക് ആ സോതോമിനെ അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല, ഭാര്യപ്പിരുത്തെ വിടാൻ പറ്റത്തില്ല. അവൾ നോക്കിയപ്പോൾ നല്ല മനോഹരമായ പച്ചപ്പ് കൊണ്ട് നിറയപ്പെട്ട മനോഹരമായ നല്ല ഭൂപ്രദേശം, നല്ല ഫലപുഷ്ടിയുള്ള പ്രദേശം. എൻ്റെ ഏരിയ അവിടെ മേഞ്ഞു നടക്കാൻ കുഴപ്പമില്ല. അവിടെ ആടുമാട് കന്നുകാലികളെല്ലാം അവിടെ മേയും. മാത്രമല്ല ലോകത്തിന് ഒരുപാട് ആടുമാട് കന്നുകാലികളൊക്കെ ഉണ്ട്. ഓടിപ്പോകാൻ പറഞ്ഞത് ലോകത്തിനോട് ഭാഗ്യയോടും കുടുംബത്തോടും. പിന്നെ ഈ ആടുമാട് കന്നുകാലികളെല്ലാം എന്ത് ചെയ്യും? എൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ അവിടെ കിടപ്പുണ്ടല്ലോ, എങ്ങനെ ഞാൻ ഓടിപ്പോകും, സോതോമിനെ എങ്ങനെ വിടും എന്നുള്ള തെറ്റായ ചിന്താഗതികൾ, ലോത്തിന്റെ ഭാര്യയുടെ തെറ്റായ ചിന്താഗതികൾ. അവൾക്ക് മുന്നോട്ട് ഓടുവാൻ കഴിയാതെ അവളെ പുറകോട്ടൊരു ശക്തി വഹിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരം. സോദോം ഗോമോരയിലെ ദുഷ്കാമ പ്രവർത്തികളാൽ വലയപ്പെട്ട ജനത്തിന്റെ പാപത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ആ ദേശത്ത് വീണ്ടും ജീവിക്കണമെന്ന് ലോത്തിന്റെ ഭാര്യയുടെ ഉള്ളിലെ ആഗ്രഹം അത് നാശമായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നോട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ ദേശം വിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞാൽ നീ ആ ദേശത്ത് പിന്നെ നിൽക്കരുത്. പാപത്തം നിറയപ്പെട്ട പാപം മുഴുത്ത് പാപത്തം മനുഷ്യൻ ജീവിച്ച ദേശത്ത് ദൈവത്തിന്റെ ന്യായീതര കരം വെളിപ്പെടുമ്പോൾ നിന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് കേട്ടോണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ആവർത്തിച്ചത്, ചിലര് ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ സഭ. അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ അപ്പനമ്മമാരാണ് ഇവിടെ സഭ സ്ഥാപിച്ചത്, ഈ പള്ളി പണിതത്, അവരായിരുന്നു ഇവിടുത്തെ പിതാക്കന്മാർ, അവരാലാണ് ഇന്ന് ഈ സഭ വന്നത്. അതുകൊണ്ട് അവരെല്ലാം മരിച്ച് ഞങ്ങളുടെ ശവക്കോട്ടയിലുണ്ടെന്ന്, അവരെല്ലാം മരിച്ച് ഞങ്ങളുടെ കല്ലറയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളും മരിച്ച ഞങ്ങളെ കല്ലറയിൽ കൊണ്ട് വെച്ചാൽ പിന്നത്തേതിൽ ഞങ്ങളും ഉയർത്തി നിൽക്കുമെന്ന് എന്നൊക്കെ പറയുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനൊരു മരണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷിക്കുക നടന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ദൈവത്തിന് ശുശ്രൂഷിപ്പാനൊക്കെ അവസരം വന്നപ്പോൾ ഞാൻ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവനോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷിച്ച് കൊടുത്ത് പറഞ്ഞു, ദൈവരാജ്യം അവകാശമാക്കുന്നത് ദൈവമക്കളാണ്. പാപികൾക്കൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിച്ച, നിത്യജീവൻ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മുടെ മുമ്പിൽ മരണപ്പെട്ട് കിടക്കുന്ന ഈ പ്രിയ പിതാവ് ഈ ഭൂമി ജീവിച്ചപ്പോൾ തന്റെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണം അനുസരിച്ച് നടന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നിത്യതയിലെത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കൽപ്പന സ്വീകരിക്കും. ഞാൻ നല്ലൊരു സന്ദേശം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ സഭയുടെ എഴുന്നേറ്റിട്ട് ഒറ്റ വർത്തമാനമാണ്, അല്ല കർത്താവ് യേശു ക്രിസ്തു വരുന്ന നാളിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാം കല്ലറയിലുണ്ട്, അവരെല്ലാം ഉയർത്തി നിൽക്കും. കാരണം ഈ സഭ പണിതത്, ഈ സഭ ഇവിടെ കൊണ്ടുവന്നത്, ഈ വിശ്വാസികളെ കൊണ്ടുവന്നത്, ഇന്ന് ഈ സഭ നിൽക്കുന്നത് ഇവിടെ പിതാക്കന്മാർ മുഖാന്തരമാണ്. അവർക്ക് രക്ഷ അറിയത്തില്ല, സ്നാനം അറിയത്തില്ല, കർത്തൃമേശ അറിയത്തില്ല, വേർപാടില്ല, വിശുദ്ധ ജീവിതം അറിയത്തില്ല. സഭയുടെ അടിസ്ഥാനം പോലും അറിയാത്തവരാ ഈ പറയുന്നത് പിതാക്കന്മാരുടെ കല്ലറയിൽ കിടന്നാൽ ഉയർത്തി നിൽക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കേൾക്കുന്ന ശ്രോതാവേ, പിതാക്കന്മാരുടെ കല്ലറയിൽ കിടക്കുന്ന എല്ലാവരും ഉയർത്തി നിൽക്കാനാണെങ്കിൽ ഈ ലോകത്തിൽ നരകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പിതാക്കന്മാരുടെ കല്ലറയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ പഴയകാല ചൗക്കൂട്ടയിൽ അല്ലെങ്കിൽ കല്ലറയിൽ കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഉയർപ്പില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഉയർപ്പ് കിട്ടും. അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഭാര്യയ്ക്ക് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, പാരമ്പര്യപ്പെടാൻ ലോകത്തിന്റെ ഭാര്യയ്ക്ക് പാരമ്പര്യപ്പെടാൻ പറ്റിയില്ല. അവൾ ഉപ്പുതൂണായി വേദപുസ്തകത്തിലുള്ള നാമം പോലും ഉച്ചരിച്ച് അവൾ പേര് പോലും ഇല്ലാതെ വന്നു.
ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ കർത്താവിനെ അനുഗമിക്കുന്നെങ്കിൽ നീ വിടേണ്ടതിനെല്ലാം വിടണം. യേശുവിനെ നീ അനുഗമിക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ പാപസുഖങ്ങളും, നിന്റെ പാരമ്പര്യവും, നിന്റെ ജഡത്തിന്റെ ചിന്തകളും, നിന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങളും, നിന്റെ സ്വയത്വം, ഞാനെന്നുള്ള ഭാവം, ഞാനെന്നുള്ള ഭാവം, നിന്റെ ഹുങ്കാരം, ഞാൻ, എൻ്റെ, ഞങ്ങൾ, ഞങ്ങളുടെ, എന്നൊക്കെയുള്ള ചിന്താഗതി മാറ്റിവെച്ച് നിന്റെ പാരമ്പര്യം വിട്ട് നീ പുറത്തു വരണം കേട്ടോ. ഒരു പാരമ്പര്യക്കാരനെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വേദപുസ്തകങ്ങൾ പഠിച്ചു നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, പുറകോട്ട് നോക്കി ഊക്കുതൂണായി ഒരു ഓർമ്മ കടയാളഭയം മാറി പേരറിയാത്ത നിലയിലേക്ക് അവൾ വന്നു. കാരണം കർത്താവിന്റെ വാക്കിന് അവൾ ചെവി കൊടുക്കാതെ തന്റെ മനച്ചഞ്ചലത്തിന് അടിമയായി. കാരണം അവളുടെ ഹൃദയം സോദോമിലായിരുന്നു. യേശു പറഞ്ഞു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 6:21. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം. അപ്പം ലോത്തിന്റെ ഭാര്യയുടെ നിക്ഷേപം മുഴുവൻ എവിടായിരുന്നു? ഹല്ലേലൂയ, സോദോമിലായിരുന്നു. ഹല്ലേലൂയ. ആ സോദോമിലാണ് അവളുടെ നിക്ഷേപം മുഴുവൻ ഇരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവളുടെ ഹൃദയം സോദോം വിട്ടു പോരാൻ തയ്യാറായില്ല. ഹല്ലേലൂയ. സോദോം വിട്ടു പോരാൻ അവളുടെ ഹൃദയം തയ്യാറാകാഞ്ഞത് കൊണ്ട് അവളുടെ ജീവിതം തകർന്നു പോയി. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്തോത്രം. വചനം പറഞ്ഞല്ലോ, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കാതെ പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിൽ നിന്റെ നിക്ഷേപം നീ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം ഉണ്ടെങ്കിൽ നീ അവിടെ വേണം നിക്ഷേപിക്കാൻ. ഹല്ലേലൂയ. സ്വർഗത്തിലായിരിക്കണം നിന്റെ നിക്ഷേപം കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഭാവിയായ മനുഷ്യ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ നിന്റെ ജീവിതത്തിന്റെ ഈ സാഹചര്യങ്ങളിൽ നിനക്ക് ഒരുപക്ഷെ 50 60 വയസ്സായിരിക്കും, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കാം, ഒരുപക്ഷെ അതിലേക്കൊക്കെ താഴെയായിരിക്കാം. നിനക്ക് തിരിച്ചറിവ് തന്നു, ബോധം തന്നു, സുബോധം തന്നു, ലോകത്തെക്കുറിച്ച് അറിവെന്ന്, പരിജ്ഞാനെന്ന്, വിവേകം തന്നു. പാപം എന്താണെന്ന് നിനക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നു. എന്നിട്ട് നിന്റെ പാപത്തെ നീ ഏറ്റുപറയാതെ, പാപത്തെ നീ ഉപേക്ഷിക്കാതെ ഇന്ന് സോദോം ഗോമോരയെ പോലെ സോദോം ഗോമോര പാപത്തെ നിറയപ്പെട്ട ദേശത്താണ് നിന്റെ ഹൃദയത്തിന്റെ നിക്ഷേപമെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം പരാജയമാകട്ടോ. ഏറ്റവും എത്രയും പെട്ടെന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി ദൈവരാജ്യത്തിന്റെ അവകാശമായി മാറണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇതുകൊണ്ടൊക്കെയാണ് ലോകത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളാൻ പറയുന്നത്. അല്ല മറ്റൊരാളുടെ ഭാര്യ ഓർത്തുകൊള്ളാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം പറയാം, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയം എവിടെയാണ്? നിങ്ങളുടെ നിക്ഷേപം സ്വർഗ രാജ്യത്തിൽ ഹല്ലേലൂയ ആണോ? നിങ്ങളുടെ ഹൃദയം എവിടാണ്? നിങ്ങളുടെ നിക്ഷേപം സ്വർഗരാജ്യത്തിലാണോ? നിങ്ങളുടെ നിക്ഷേപം സ്വർഗരാജ്യത്തിൽ ഇല്ലാതെയാണെങ്കിൽ നശിച്ചു പോകുന്ന സോദോമിന് തുല്യമായി നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗരാജ്യത്തിലല്ലെങ്കിൽ, സോദോം ഗോമോരയുടെ അനുഭവത്തിലാണെങ്കിൽ, സോദോമിലാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ അത് നിങ്ങളോടുകൂടെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വരണം കേട്ടോ. ഈ ലോകത്തിന്റെ പാപത്തിൽ നീ സന്തോഷിക്കരുത്. പാപം നിന്നെ നശിപ്പിക്കും. ഹല്ലേലൂയ. പാപം നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ആത്മരക്ഷയാണ് ഈ ഭൂമി ജീവിക്കവും പ്രാപിക്കേണ്ടത്. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവന് മാത്രമേ, നിത്യജീവൻ പ്രാപിച്ചവന് മാത്രമേ, രക്ഷിക്കപ്പെട്ടവന് മാത്രമേ, വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ, ദൈവ കൽപ്പന പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, കർത്താവിന്റെ രാജ്യത്തെ കാണുവാൻ കഴിയണമെങ്കിൽ, ദൈവരാജ്യം കാണുവാൻ, സ്വർഗീയ പാർദീസം നിനക്ക് കാണാൻ കഴിയണമെങ്കിൽ സോദോമിനെ വിടണം. ഹല്ലേലൂയ. ലോകത്തിന്റെ ഭാര്യ ദൈവരാജ്യത്തെ കാണാൻ കഴിഞ്ഞില്ല, ദൈവരാജ്യത്തിന്റെ അനുഭവം കാണാൻ കഴിഞ്ഞില്ല, സ്വർഗീയ പാർദീസ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും, ഓടാനുകൂടി വിശുദ്ധന്മാരും പിതാവ് പുത്ര പരിശുദ്ധന്മാരും നിറയപ്പെട്ട ദൈവരാജ്യത്തിന്റെ ആരാധനയിൽ സന്തോഷത്തിൽ ലോകത്തിന്റെ ഭാര്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവൾക്കവിടെ ചെല്ലാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ നിക്ഷേപം സോദോമിലായിരുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ലോകമോഹങ്ങളെ നോക്കരുത്, പിന്മാറ്റ ജീവിതത്തിലേക്ക് പോകരുത്. ലോകത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന മോഹ കണ്ണുകൾ നിന്റെ ജീവിതത്തിൽ വരരുത്. ലോകത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന മോഹത്തിന്റെ കണ്ണുകൾ നിന്റെ ജീവിതത്തിൽ വരരുത്.
ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പറയുന്നേ, നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, രക്തം ചെയ്യാം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഹല്ലേലൂയ, വേദപുസ്തകം വായിക്കുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ആമീൻ, യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിൽ കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ. ഹല്ലേലൂയ. സോദോമിൽ നിന്നാണ് ലോത്ത് എടുത്തെങ്കിലും നീതിമാനായ ലോത്തിനെ പോലെ അവൾ നീതിയോടെ നിന്ന് ദൈവദൂതന്മാർ പറഞ്ഞ വാക്ക് കേട്ട് സോദോമിലേക്ക് നോക്കാതെ അവൾ പർവ്വതത്തിലേക്ക് ഓടിപ്പോയിരുന്നെങ്കിൽ അവൾക്കും ദൈവരാജ്യത്തിൽ ചെല്ലാമായിരുന്നു. പക്ഷേ അവൾ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി, അവൾ ഉപ്പുതൂണായി മാറി. അതെ, ഇന്ന് പകൽ നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, മാനസാന്തരപ്പെടണം. ഇവിടെ കുറച്ച് കോടാനുകൂടി രൂപയുണ്ടാക്കി സമ്പത്തുണ്ടാക്കി ഗൾഫിലെ വിദേശ രാജ്യത്ത് പേരും അവിടെയൊക്കെ കൂട്ടിയത് കൊണ്ടും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. പ്രൈസ്തോത്രം. ആമേൻ. ദാനധർമ്മങ്ങൾ സക്കാത്തും ഒക്കെ ചെയ്തുകൊണ്ട് കോടീശ്വരനായി നിന്നുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ യേശുക്രിസ്തുവിനെ വീണ്ടും ജന്മം പ്രാപിക്കണം. അത് ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ യേശു പറഞ്ഞു, ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുകയും. അതൊരു താക്കീതാകട്ടെ. ഈ കാലഘട്ടത്തിൽ ഈ ലോകം മുഴുവൻ സോദോം പോലെ തന്നെ പാപത്തെ നിറയപ്പെട്ട് ദുഷ്കാമ പ്രവൃത്തികളാൽ കേരളം, ഭാരതം, ലോക രാജ്യങ്ങൾ വാലന്യം മനുഷ്യൻ മുഴുവൻ പാപത്തിൽ കിടക്കുമ്പോൾ ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ ഏറ്റെടുക്കണം. ലോകത്തിൻ്റെ ഭാര്യ ഓർത്തു കൊടുക്കുക. അതേ, പാപത്തെ വിട്ട് ഇതുപോലെ കർത്താവ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ കർത്താവ് എൻ്റെ പാപങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റുപറയാന്ന്. എൻ്റെ ഹൃദയം സ്വർഗത്തിലായി, എൻ്റെ നിക്ഷേപ സ്വർഗത്തിലായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. കർത്താവ് ന്യായം വിധിക്കുന്ന നാളിൽ എൻ്റെ മരണത്തോട് എനിക്ക് അങ്ങയുടെ നിത്യമായ രാജ്യത്തിൽ പ്രവേശിച്ച് അങ്ങ് എൻ്റെ പിതാവായി രക്ഷിതാവായി സ്വീകരിക്കുന്നു. എൻ്റെ പാപത്തിന് പരിഹാരം ഞങ്ങളുടെ മകനായി എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുള്ള 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ ആ കർത്താവ് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയ്ക്ക് സകല ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന ക്രമസമാധാന പാല നിയമമാണ് രംഗത്ത് നിൽക്കുന്ന രഹസ്യ അന്വേഷണങ്ങളെ, കരുതകർത്താവിന്റെ പോലീസ്, സെക്ഷൻ, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ വിഭാഗങ്ങൾക്കായി, ജുഡീഷ്യൽ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹകരണ പുതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മീഡിയ രംഗം നിൽക്കുന്നവരും, എല്ലാ സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെ, എല്ലാ ഫറവേഴ്സ് പാർട്ടികളെ, എല്ലാ മത മേലാളന്മാരെ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, കർത്താവി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ എല്ലാവരും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവി സ്രോത്ത് കടലോര വാസികളെ, മത്സ്യത്തിന് ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, എല്ലാവരെയും ഖനികളിലും കമ്പനിയും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, പാടത്തും പറമ്പിലും കൂടിയിലും കല്ലിലും മണ്ണിലും തടിയോട് മല്ലടിച്ച് ചോര വീർപ്പാക്കുന്ന അധ്വാനിക്കുന്നവർക്ക്, കർഷകൻ മെക്കാൻ വോട്ടുറങ്ങും യൂണിയൻ രംഗത്ത്, എല്ലാ ടൈസ്വറ്റും, എല്ലാ ഹെവി വാഹനോടി, കരയിൽ കടലും ആകാശമാർഗം വാഹനോടി വാഹനം നിർമ്മിച്ച് സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവി വലിച്ച എല്ലാ വ്യാപാരി, വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖല, കാർഷിക മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവി ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യുവനത്തിൽ, വാർത്തയും ധ്യാനം, വൃത്താസന, തടവറയിലായിരിക്കുന്ന സകല ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി ജനത്തെ സന്ദർശിക്കണമേ. പാപം വിട്ട് മടങ്ങി വരുവാൻ കർത്താവി സോദോമിന്റെ പാപം പോലെ ലോക രാജ്യങ്ങൾ മുഴുവൻ പാപത്തിൽ വന്ന ദൈവത്തിന്റെ ന്യായവിധിയിൽ കരപ്പെടുമ്പോൾ ലോകത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറിയതുപോലെ ഈ ജനമായി തീരാതെ മാനസാന്തരത്തിൽ മടങ്ങി വരട്ടെ. ദേശരാജ്യം കഷ്ടം സഹിക്കുന്ന നമ്പരവനിക്ക് വിസ നഷ്ടപ്പെട്ട് പാസ്പോർട്ട് നഷ്ടം വേണ്ടി ആഗ്രഹിക്കുന്ന അമ്മ വിദേശരെ കടന്നുവരാൻ കഴിയാതെ മണയായിട്ട് സാധനം കിട്ടാതെ ഭാരപ്പെടുന്നവർ, ദേശപീഠ അനുഭവിക്കുന്നവർക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി സോദരി, സകല ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവി, ഞങ്ങളുടെ ദൈവദാസിദാസന്മാർ പീഡകൾ, ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോൾ അവരെ സൂക്ഷിക്കണമേ. ക്രൈസ്തവ പീഡനം പെരുകിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭ വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാറ്റയാകണം. കർത്താവ് ഞങ്ങളുടെ വരവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു അന്ത്യകാല അഭിഷേകം, ഒരു അന്ത്യകാല ഉണർവ് അയച്ച് കൂട്ടമായി ജനം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി ദൈവരാജ്യത്തിലെ അവകാശങ്ങളെ തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ സകല ജനത്തെ സൂക്ഷിക്കുന്ന കുട്ടികൾക്കായി തലമുറകളെ പ്രാർത്ഥിക്കും. മദ്യലോപികൾ, മയക്കുമരുന്ന് ലോപികൾ തലമുറയെ പാപത്തിലെ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ അതിനൊരു മടങ്ങി വരവ് എല്ലാ കർത്താവി സ്തോത്രം, എല്ലാ കിരാതന്മാരെയും രക്തം, എല്ലാ ആട്ടും തോലിൻ്റെ ചെന്നായുടെ രൂപം
ധരിച്ച് നിൽക്കുന്ന സകല അന്ധകാരത്തെയും യേശുവിൻ്റെ നാമത്തിൽ ശാന്തമേ ജയം എടുക്കുകയാണ്. ജനത്തെ വിടുവിക്കണമേ, പാപത്തിൽ ദുരുപദേശത്തിൽ വീടുപോട്ടയാകരുത്. ജനത്തെ വിടുവിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.